PSC അംഗത്വത്തിന് CPM നേതാവ് കോഴ വാങ്ങി എന്ന പരാതിയിൽ പാർട്ടിയിൽ അന്വേഷണം നടക്കാൻ പോവുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവജന നേതാവിനെതിരെയാണ് ഈ പരാതി. 22 ലക്ഷം വാങ്ങിയെന്ന പരാതിയിൽ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമെന്നാണ് വിവരം. CK വിജയനാണ് വിവരങ്ങളുമായി. CK വിജയൻ, ഈ യുവജന നേതാവ് ആരാണ്? ഏത് തരത്തിലാണ് ഈ ആരോപണം പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയായി വരുന്നത്? 22 ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷം ഈ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ ഉണ്ടായോ? അത്തരത്തിലൊരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത് എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ആദ്യം ആവശ്യപ്പെട്ടത് 60 ലക്ഷം രൂപയാണ്. അന്ന് ഓഫർ ചെയ്തിരിക്കുന്നത് PSC അംഗത്വമാണ്. എന്നാൽ PSC അംഗത്വം സാധിക്കാതെ വരികയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കാതെ വന്നപ്പോൾ ആയുഷ് വകുപ്പിൽ ഉന്നതമായ പോസ്റ്റ് നൽകാം എന്നായി അടുത്ത വാഗ്ദാനം. അതും നടന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പണം കൊടുത്തയാൾ കോഴിക്കോട് നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത്തരത്തിൽ ശ്രമം നടത്തിയത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം ഉള്ള പണം നൽകി കോഴിക്കോട് ഏരിയ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യുവജന നേതാവിനെതിരെയാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. ആക്ഷേപം എന്നല്ല, വളരെ കൃത്യമായ പരാതി എന്ന് തന്നെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഈ പരാതി CPMന് പൊതുവിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകിച്ചും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണമാണ്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും മറ്റുമുണ്ടായ വിമർശനവും എല്ലാം വരുമ്പോഴാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കെതിരെ ഇത്തരത്തിലൊരു വലിയ ആരോപണം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി വന്നിട്ടുള്ളത്. ഈ പരാതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്കകത്ത് തന്നെയുള്ള മുതിർന്ന സംസ്ഥാന നേതാക്കളും ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് നാളെ, ഇത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ ഇരിക്കുകയാണ്. അതിൽ എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നത് വ്യക്തമാകും. ഏതായാലും കോഴിക്കോട് ജില്ലാ ഒരു മുതിർന്ന ഒരു നേതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുകൂടി വിശദാംശങ്ങൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു പറയാൻ പ്രയാസമുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ നാളെ ഉച്ചയോടുകൂടി തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകും. അയാൾക്കെതിരെ നടപടി ഉണ്ടാകും. ഏതായാലും CPMൻ്റെ അകത്തെ ഇത്തരത്തിൽ പണം കൊടുത്താൽ പദവികൾ വാങ്ങിക്കൊടുക്കാനുള്ള ഇടനിലക്കാരായി പാർട്ടി ചെറുകിട നേതാക്കന്മാർ അല്ലെങ്കിൽ യുവജന നേതാക്കന്മാർ പ്രവർത്തിക്കുന്നു എന്ന സൂചന കൂടി. നേതാക്കൾ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ വൻകിട നേതാക്കൾ കാര്യം സാധിച്ചു കൊടുക്കുന്നുണ്ടാവുമല്ലോ, അവർക്കും ഇതിൽ പങ്കുണ്ടാകില്ലേ? ആ നിലയിൽ സൂചനയുണ്ടോ? സ്വന്തം നിലയിൽ കാര്യം നടത്താൻ അവർക്ക് കഴിയില്ലല്ലോ. തീർച്ചയായും ഉണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഏരിയ ഘടകത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ PSC അംഗത്വം പോലുള്ള മുതിർന്ന അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു പോസ്റ്റിൽ ഓഫർ കൊടുക്കണം എങ്കിൽ അത് അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നല്ല, ഒരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ പിറകിൽ മറ്റൊരു മുതിർന്ന നേതാവ് ഉണ്ട് എന്ന ആരോപണം കൂടി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കാര്യത്തിന് സാധാരണയിൽ കവിഞ്ഞ ഒരു ഗൗരവം ഈ പ്രശ്നത്തിന് ഉണ്ട്. 60 ലക്ഷം എന്നുള്ളത് ചെറിയ തുകയല്ല. 60 ലക്ഷം കൈക്കൂലി കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ഓഫറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നത് എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരു ഡാമേജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയും പൊതുസമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ നേരിടുന്നതിനൊപ്പമാണ് ഈ ഒരു പരാതി കൂടി ഇപ്പോൾ പാർട്ടിക്കകത്ത് വന്നിട്ടുള്ളത്.